ഹരിതാരേ പൂജ്യബലിവസ്തുവായി അഖിലേശ്വരനെന്നും ആരാധന. ബലിവേദി മുന്നിൽ അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന. ഹരിതാരേ പൂജ്യബലിവസ്തുവായി അഖിലേശ്വരനെന്നും ആരാധന. ബലിവേദി മുന്നിൽ അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന. ഹരിതാരേ പൂജ്യബലിവസ്തുവായി അഖിലേശ്വരനെന്നും ആരാധന. ബലിവേദി മുന്നിൽ അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ സ്നേഹം. ഉൽപ്പത്തി പുസ്തകത്തിനുള്ള ഒന്നാമത്തെ വായനയിൽ അബ്രഹാമും ദൈവവുമായുള്ള സംഭാഷണം നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. വളരെ സ്നേഹത്തോടുകൂടെ ഒരപ്പനെടുത്ത സ്വാതന്ത്ര്യത്തോടുകൂടെ അബ്രഹാം ദൈവത്തോട് സംസാരിക്കുന്നു. സൊദോമും ഗൊമോറയും നശിപ്പിക്കുവാനുള്ള ദൈവത്തിന്റെ പദ്ധതിയിൽ അബ്രഹാം ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. 50 പേര് നീതിമാന്മാരായിട്ടായാൽ നീ ഇതിനെ നശിപ്പിക്കുമോ? ചോദ്യങ്ങൾ ചോദിച്ച് അബ്രഹാം 5 പേരെങ്കിലും നീതിമാന്മാരെ സൊദോമിൽ ഗൊമോറയിൽ ഉണ്ടാകുന്നത് അവരെ പ്രതി ആ നഗരത്തെ നശിപ്പിക്കുകയില്ല എന്ന വാഗ്ദാനം നേടിയെടുക്കുന്നു. ദൈവം ആർദ്രതയാണ്, അലിവുള്ളവനാണ് എന്നതാണ് ഒന്നാമത്തെ വായനയും സുവിശേഷവും നൽകുന്ന സന്ദേശം. സുവിശേഷത്തിലേക്ക് കടന്നു പോകുമ്പോഴും യേശുവിൽ തന്നെയാണ് ആവർത്തിക്കുന്നത്. അനുകമ്പയുള്ള സ്നേഹമുള്ള ഒരു ഹൃദയം ഇതിനുടനെയാണ് ദൈവം എന്ന യാഥാർത്ഥ്യം. ദൈവം നമ്മിൽ ആവശ്യപ്പെടുന്നത് പൂർണ്ണമായ ഉറച്ച വിശ്വാസമാണ്. ദൃഢതയോടുകൂടെ ദൈവത്തോടൊപ്പമായിരിക്കുന്നു. പൂർണ്ണമായ വിശ്വാസത്തിൽ ദൈവത്തെ അനുകരിക്കുവാനായിട്ട് ദൈവകൽപ്പനകൾ പാലിക്കുവാനായി നമുക്ക് പരിശ്രമിക്കാം. തിരുസഭ മാതാവ് വിശേഷണീയസിന്റെ തിരുനാളാണ് ദിനം ആഘോഷിക്കുന്നത്. പ്രത്യേകിച്ചും ആദ്യ നൂറ്റാണ്ടുകളിൽ സഭയിലുണ്ടായ സ്ഥാപനങ്ങൾക്കെതിരെ പുസ്തകങ്ങൾ രചിക്കുകയും പ്രത്യേകിച്ചും ആധ്യാത്മികമായ തലത്തിൽ സഭയെ വളർത്തുവാനായിട്ട് വളരെയധികം പരിശ്രമിച്ച വ്യക്തിയാണ് യേശു. അവസാന കാലഘട്ടങ്ങളിൽ രക്തസാക്ഷിത്വങ്ങളുടെ ചൂടേണ്ടി വന്നു. ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തിയ മഹത്തായ വ്യക്തിയുടെ അല്ലെങ്കിൽ വിശുദ്ധന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ നൽകണമേ എന്ന് സർവശക്തർ പ്രാർത്ഥിക്കുക. കുറച്ച് വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ അബ്രഹാമിനുണ്ടായിരുന്ന വിശ്വാസത്തോടെ
സ്വാതന്ത്ര്യത്തോടുകൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപ നമുക്ക് നൽകണമേ എന്ന് സർവശക്തിയോട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദൈവബലിയിൽ ക്രിസ്റ്റിഫായി പ്രണയനാഥയുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. കർത്താവ് കാരുണ്യവും അവരുടെ ദൈവരാജ്യത്തെ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഈ ബലി കൽപ്പിക്കാം. ഒപ്പം ശുദ്ധീകരണ സ്ഥലത്തെ എല്ലാ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും ആരുടെയും പ്രാർത്ഥനകളില്ലാതെ ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ധാരാളം ആത്മാക്കൾ അവർക്ക് നിത്യശാന്തി നൽകണമേ എന്ന് നമ്മുടെ പ്രാർത്ഥനകളുടെ ഫലമായി അവർ സ്വതരാജ്യം പ്രാപിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഈ ബലി നമുക്ക് അർപ്പിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ ദൈവസന്നിധിയിലേക്ക് പറഞ്ഞ് നാം അപേക്ഷിച്ച് നമുക്ക് ഈ ബലിക്കാനായി വരുന്നു. സർവശക്തനായ ദൈവത്തോട് സഹോദരങ്ങളോട് ഞാൻ ഏറ്റുപറയുന്നു. എന്നാൽ വിചാരത്താൽ വാക്കാൽ പ്രവൃത്തിയാൽ ഉപേക്ഷിക്കാൻ ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ എല്ലാം അനാഥന്മാരുടെ സഹോദരങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം തന്നെ നമ്മുടെ പാപങ്ങൾ കൊടുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവം, മധ്യയുടെ ജീവന്റെ വിശുദ്ധരുടെ ആനന്ദവുമെന്നാണ് അങ്ങേ ദാസനായ ക്രിസ്റ്റിഫായി കഥയെന്നാണ് ശുദ്ധീകരണ സ്ഥലത്തെ എല്ലാ ആത്മാക്കൾക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾക്ക് അപേക്ഷിക്കും. നശ്വര ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് അനശ്വര മകവിൽ അങ്ങേ രാജ്യം പ്രാപിക്കുന്നതാണ്. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുകളുടെ ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു ഈ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് അക്കാലത്തെ അബ്രാഹത്തെ സന്ദർശിച്ച 3 പേർ അവിടെ നിന്ന് എഴുന്നേറ്റു സോദോമിന് നേരെ തിരിച്ചു. വഴിയിലെത്തുന്നത് വരെ അബ്രഹാം അവരെ അനുയാത്ര ചെയ്തു. കർത്താവ് ആലോചിച്ചു, അബ്രഹാം മഹത്വം ശക്തവുമായ ഒരു ജനതയായി തീരുമെന്നും ഭൂമിയിലെ ജനപദങ്ങളെല്ലാം അവനിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നും അറിഞ്ഞിരിക്കെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അവനിൽ നിന്നും മറച്ചു വെക്കാമോ? ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നീതിയും ന്യായവും പ്രവർത്തിച്ച കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ തൻ്റെ മക്കളോടും പിന്മുറക്കാരോടും അവൻ കൽപ്പിക്കുന്നതിനും അങ്ങനെ കർത്താവ് അവനോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കുന്നതിനും വേണ്ടിയാണ്. കർത്താവ് പറഞ്ഞു, സോദോമിനും ഗൊമോറയ്ക്കുമെതിരെയുള്ള മുറവിളി വളരെ വലുതാണ്, അവരുടെ പാപം ഗുരുതരവുമാണ്. അതിനാൽ അവരുടെ പ്രവൃത്തികൾ എൻ്റെ സന്നിധിയിൽ എത്തിയിട്ടുള്ള വിലാപങ്ങളെ സാധൂകരിക്കുന്നോ ഇല്ലയോ എന്നറിയാൻ ഞാൻ അവിടം വരെ പോവുകയാണ്. അവർ അവിടെ നിന്ന് സോദോമിന് നേരെ നടന്നു. അബ്രഹാം അപ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ തന്നെ നിന്നു. അബ്രഹാം അവിടുത്തെ സമീപിച്ച് ചോദിച്ചു, ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും അങ്ങ് നശിപ്പിക്കുമോ? നഗരത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ അങ്ങ് അതിനെ നശിപ്പിച്ച് കളയുമോ? അവരെ പ്രതി ആ സ്ഥലത്തെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കില്ലേ? ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും സംഹരിക്കുക, അത് അങ്ങിൽ നിന്നും ഉണ്ടാകാതിരിക്കട്ടെ. ദുഷ്ടന്മാരുടെ ഗതി തന്നെ നീതിമാന്മാർക്കും സംഭവിക്കാതിരിക്കട്ടെ.
ഭൂമി മുഴുവന്റെയും വിധി കർത്താവ് നീതി പ്രവർത്തിക്കാതിരിക്കുമോ? കർത്താവ് അരുളി ചെയ്തു, സോദോം നഗരത്തിൽ 50 നീതിമാന്മാരെ ഞാൻ കണ്ടെത്തുന്ന പക്ഷം അവരെ പ്രതി ഞാൻ ആ സ്ഥലത്തോട് മുഴുവൻ ക്ഷമിക്കും. അബ്രഹാം വീണ്ടും പറഞ്ഞു, പൊടിയും ചാരവുമായ ഞാൻ കർത്താവിനോട് സംസാരിക്കുവാൻ തുനിഞ്ഞല്ലോ. നീതിമാന്മാർ 50-ന് 5 കുറവാണെന്ന് വന്നാലും 5 പേർ കുറഞ്ഞാൽ നഗരത്തെ മുഴുവൻ അങ്ങ് നശിപ്പിക്കുമോ? അവിടെന്ന് പറഞ്ഞു, 45 പേരെ പ്രതി കണ്ടെത്തിയാൽ ഞാൻ അതിനെ നശിപ്പിക്കുകയില്ല. അവൻ വീണ്ടും ചോദിച്ചു, 45 പേരെ ഉള്ളോവെങ്കിലോ? അവിടത്തെ പ്രതിവചിച്ചു. 40 പേരെ ഉള്ളോവെങ്കിലോ? അവൻ പ്രതിവചിച്ചു, ആ 40 പേരെ പ്രതി നഗരം ഞാൻ നശിപ്പിക്കുകയില്ല. അവൻ പറഞ്ഞു, ഞാൻ വീണ്ടും സംസാരിക്കുന്നത് കൊണ്ട് കർത്താവ് കോപിക്കരുത്. ഒരു പക്ഷേ 30 പേരെ ഉള്ളോവെങ്കിലോ? അവിടെ നല്ലച്ചു. 30 പേരെ കണ്ടെത്തുന്നെങ്കിൽ ഞാൻ അത് നശിപ്പിക്കുകയില്ല. അവൻ പറഞ്ഞു, കർത്താവിനോട് സംസാരിക്കാൻ ഞാൻ തുനിഞ്ഞല്ലോ. 20 പേരെ ഉള്ളോവെങ്കിലോ? അവിടെ അരുളിച്ചു. 20 പേരെ പ്രതി ഞാൻ അത് നശിപ്പിക്കുകയില്ല. അവൻ പറഞ്ഞു, കർത്താവെ കോപിക്കരുത്. ഒരു തവണ കൂടി മാത്രം ഞാൻ സംസാരിക്കട്ടെ. 10 പേരെ അവിടെ ഉള്ളൂവെങ്കിലോ? അവിടെ അരുളിച്ചു. ആ 10 പേരെ പ്രതി ഞാൻ അത് നശിപ്പിക്കുകയില്ല. അബ്രഹാത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അവിടെ നിന്ന് പോയി. അബ്രഹാം സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങി. കർത്താവിന്റെ വചനം. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക. എന്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക. അവിടെ നിന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. അവിടെ നിന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടെ നിന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ രക്ഷിക്കുന്നു. അവിടെ നിന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. ക്ഷമാശീലനും സഹനനിധിയും സ്നേഹനിധിയും ആണ്. അവിടെ നിന്ന് എപ്പോഴും ശാസിക്കുകയില്ല. അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയില്ല. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. നമ്മുടെ പാപങ്ങൾക്കൊക്കെ അവിടെ നിന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല. നമ്മുടെ അകൃത്യങ്ങൾക്ക് നമ്മോട് പകരം ചെയ്യുന്നില്ല. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഹൃദയം കഠിനമാക്കാതെ കർത്താവിന്റെ വചനം ശ്രമിക്കുവിൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധമത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അക്കാലത്ത് തന്റെ ചുറ്റും പുരുഷാരം കൂടുന്നത് കണ്ടപ്പോൾ മറുകരയ്ക്ക് പോകുവാൻ യേശു കൽപ്പിച്ചു. ഒരു നിയമജ്ഞൻ അവനെ സമീപിച്ച് പറഞ്ഞു, ഗുരു, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ അനുഗമിക്കും. യേശു പറഞ്ഞു, പ്രതരികൾക്ക് മാളങ്ങളും ആകാശപ്പറവുകൾക്ക് കൂടുകളുമുണ്ട്, എന്നാൽ മനുഷ്യത്തിന് തലചായ്ക്കുവാനുണ്ട്. ശിഷ്യന്മാർ മറ്റൊരുവൻ അവനോട് പറഞ്ഞു, കർത്താവേ, പോയി എന്റെ പിതാവിനെ സംസ്കരിച്ചിട്ട് വരുവാൻ എന്നെ അനുവദിക്കും. യേശു പറഞ്ഞു, നീ എന്നെ അനുഗമിക്കുക, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കും. കർത്താവിന്റെ സുവിശേഷം. ഉള്ളവും
ആബേലിലേക്കിയ കാഴ്ചകൾ പോ അബ്രഹാമിൻ ശ്രേഷ്ഠമാർപ്പണം പോ ആബേലിലേക്കിയ കാഴ്ചകൾ പോ അബ്രഹാമിൻ ശ്രേഷ്ഠമാർപ്പണം പോ മാതാവിൻ ആത്മസമർപ്പണം പോ എന്നെയും പൂർണ്ണമായി നൽകിടുന്നു എന്നെയും പൂർണ്ണമായി നൽകിടുന്നു അർപ്പണം ചെയ്യുന്നു യേശുവേ അപ്പവും വീഞ്ഞുമൊപ്പം എന്നുള്ളവും ഉള്ളവരിന്നാഥ വിനയമോടെ കിടുന്നു വിനയമോടെ കിടുന്നു. സഹോദരന്റെയും നിങ്ങളുടെയും സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവേ, അങ്ങേ ദാസൻ പൊന്നേനാൾ ക്രിസ്റ്റീഫായ എന്നിവർക്കും ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ച എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന കാഴ്ചകളെ കഴിവോടെ സ്വീകരിക്കണം. നിസ്തുലമായ വെല്ലുവിളി മണ്ഡലന്ധരങ്ങളിൽ നിന്ന് മോചിതരായി നിത്യജീവൻ അവർ അർഹരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേ. കർത്താവ് നിങ്ങളോട് കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവം, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. അവിടുത്തെ മരണം ഞങ്ങൾ സ്നേഹത്തോടെ ആഘോഷിക്കുന്നു. ഉദ്ധാനം ഞങ്ങൾ സജീവ വിശ്വാസത്തോടെ ഏറ്റുപറയുന്നു. മഹത്വത്തിലുള്ള വരവ് സുദൃഢമായ പ്രത്യാശയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. ആകയാൽ വിശുദ്ധരോടും സകലമാലാത്മാരോടും ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവ് ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകും. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തും. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്തു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങേ നാമത്തിൽ അർപ്പിക്കപ്പെടേണ്ടതിനൊരു ജനത്തെ ഒരുമിച്ച് കൊടുക്കുന്നത് അങ്ങ് വിരമിക്കുന്നു. അതുകൊണ്ട് കർത്താവേ, താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കഴിയണം. അങ്ങനെ പുത്രനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു.
എന്നാൽ അവിടെ വെച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞു പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുക. എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകും. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങയുടെ ബന്ധങ്ങളെ അങ്ങേ വചനം പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉയർത്തലിനായിട്ട് പറയുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പിതാസ്തവനും മഹനീയമായ ഉയർപ്പും സദാർക്കും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാലനവുമായി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ കൺപാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാനെന്ന് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരന്റെ ശരീരക്തങ്ങളാൽ പരിപുഷ്ടരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണം. അവിടുന്ന് ഞങ്ങൾ അങ്ങേക്കുള്ള നിജമായ കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് അവകാശങ്ങൾ ലഭിക്കുവാൻ ദയാക്കട്ടെ. വിശിഷ്ടാദേവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതര അപ്പോസ്തലന്മാരോടും മഹിമയുടെ രക്തസാക്ഷികളോടും ഈ ദിനത്തിന്റെ വിശുദ്ധനായ ശേറന്യോസിനോടും ഞങ്ങളുടെ മധ്യസ്ഥരായ തിരുക്കുടുംബത്തോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലൂടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിന്റെയും ബലി സർവ്വലോകത്തിന്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാനിടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വിൻസെന്റ് സാമുവേൽ മെത്രാനോടും മെത്രാൻ പദവിയിലും വൈദികത്തോടുമൊത്ത് അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയണം. അങ്ങേ തിരുവനന്തപുരം തിരുവുള്ളമായ കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപുരം കേട്ടറിയും. കണ്ടവനായ പിതാവ്, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന എല്ലാ മക്കളെയും അകലേക്ക് ദയാപൂർവം വന്ദിപ്പിക്കണം. ഞങ്ങളുടെ ഹൃദയടഞ്ഞ സഹോദരനെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ലോകത്ത് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണം. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിജമായി സംതൃപ്തരാക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു
ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിന്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുകളുടെ ഐക്യത്തിലെല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഭൂതരായി ദിവ്യോപദേശത്താൽ വിവർത്തിതരായി നിർഭയം നമുക്ക് നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെപ്പോൾ നിന്നുള്ളം പാരിലും ആയിടേണം. അന്നു വേണ്ടുന്ന ആഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ ദ്രോഹം നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. എല്ലാ തിന്മകളിൽ ഞങ്ങളെ മോചിപ്പിക്കണം. ഞങ്ങളുടെ ജനങ്ങളിൽ സമാധാനം പരിവാർ നൽകണം. അനുഗ്രഹപരമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ സത്യപ്രാവശ്യങ്ങളെപ്പോഴും പാപത്തു മോചനാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. അങ്ങേ അപ്പോസ്തലന്മാർ അറിയിച്ചത് കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം കണ്ടാർന്നു അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയുന്നത് എന്നതും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ദൈവത്തിന്റെ കുഞ്ഞാട് ദൈവത്തിന്റെ പാപം നീക്കും. ദൈവജ്ഞാനത്തിനാൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് വാർദ്ധക്യച്ചാൽ മാത്രം മതി എന്റെ ആത്മാവസം പ്രാപിക്കും.
അരുവിയിലുള്ള ദിവ്യകാര്യ സ്വീകരണം. എൻ്റെ യേശു അങ്ങേ ദിവ്യകുദാശയ സന്നിധിയിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ എന്നെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരുവി എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങയുടെ വരയണമേ. അങ്ങനെ ഈ സന്നിധിയിലാണെന്ന് വിശ്വസിച്ച് ഞാൻ എന്നെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങനെ നല്ലതാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, ദൈവീക രഹസ്യങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവ്യ രഹസ്യങ്ങൾ ഞങ്ങളുടെ രക്ഷയിലേക്ക് നയിക്കുകയും അങ്ങേ കാരണത്തിനായി ഞങ്ങൾ യാചിക്കുന്ന അങ്ങേ ദാസന്റെ ആത്മാക്കൾക്ക് പാപമോചനത്തിന് ഉപകരിക്കുകയും ചെയ്യുവാൻ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിലെ സമാപിച്ചു പോകുന്നു. കർത്താവിന്റെ സുവിശേഷം അനുസരിച്ച് ജീവിക്കട്ടെ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. അങ്ങനെയെപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.